ഹായ് ഓൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇതിപ്പോൾ മുത്തൂനും സുഖമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീരെ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ആകെ ഒരു ടെൻഷനായിട്ടുള്ള ഒരു വ്ളോഗാണ് സത്യം പറഞ്ഞാൽ. പിന്നെ കുറേ 2-3 ദിവസമായി ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ 2-3 ദിവസമായി ഞങ്ങൾ ഹോസ്പിറ്റൽ കേസും ഹോസ്പിറ്റലിൽ പോക്കും വരവായിട്ട് നമുക്ക് 4 ദിവസമായിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. മുത്തുന് പെട്ടെന്ന് കാലിന് ഒന്ന് പടം കുത്താണ് എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നിന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ 4 ദിവസം മുന്നേ ഭയങ്കരമായിട്ട് വേദന വന്നിട്ട് നീര് കൊണ്ട് വന്ന് വീർത്തിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ടാണ്. അത്രയും കൂടുമായിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്ത് ഉള്ള അവരെ വണ്ടി എടുത്തിട്ട് നമ്മളെ വണ്ടി അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടാണ് പോയത്. കാരണം അത്രയും വണ്ടി ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റില്ല. കാലിങ്ങനെ വളരെ ഇതായിട്ട് നല്ല വേദനയായിട്ട്. എക്സറൊക്കെ എടുത്തപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം പിന്നെ രാത്രി 10 മണിയൊക്കെ ആയ കാരണം കാഷ്വാലിറ്റി കാണിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എന്നെയും കാണിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും പോകാൻ സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മുത്തുന് വർക്കുള്ളതുകൊണ്ട്. പിന്നെ ലീവ് എടുത്തിട്ട് പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കാലിനും വയ്യുണ്ടായത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ആകെ ഇതായിപ്പോയി. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും മുത്തുനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാല് അധികം ഇതാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യമൊക്കെ പ്രാവശ്യം നടക്കാം. പിന്നെ നൈറ്റൊക്കെ കിടക്കുമ്പോൾ കാല് ഉയർത്തിച്ച് കിടക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് അത് 2 ദിവസം അങ്ങനെ ആയിരുന്നു. പിന്നെ അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതുപോലെ ബ്ലഡും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഒരു 3:30 ഒക്കെ ആയിക്കണം. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വിശപ്പും തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങളെന്നാൽ അവൽക്കട്ട വാങ്ങിക്കാം, അപ്പോൾ അത് കുറച്ച് നല്ലതല്ലെന്ന് കരുതിയിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയതൊക്കെ. അപ്പം അതിൽ പറഞ്ഞു ഇവിടെ നല്ല ഷോപ്പാണ്, ഇവിടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സമയത്തായാലും അതൊക്കെ കഴിക്കുമ്പോൾ ഒരു പേടി കേട്ടോ, പുറത്തുനിന്നായാലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഒന്നും അങ്ങനെ പുറത്തുനിന്ന് ഇപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ കയറി നിന്ന് കുറേ ഇരിക്കണം, നമുക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് പാഴ്സൽ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സ്കാനിങ്ങും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പോയ അന്ന് തന്നെ ഡോക്ടർ നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റ് ആയി. ഞങ്ങൾക്ക് 7th മന്തിലെ സ്കാനിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ 8th മന്ത് ആവാനായി. അപ്പോൾ ഇനി ലേറ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ട് നാളെ രാവിലെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നാളെ അപ്പോൾ ഇന്ന് തന്നെ അന്നത്തെ ദിവസം തന്നെ പോയാൽ നമുക്ക് എന്തായാലും സ്കാനിങ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളത് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. സ്കാനിങ്ങിന് ബുക്ക് ചെയ്ത്. അപ്പോൾ ഇത് ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവിടെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ 2-2.5 പേജ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇല്ല എന്നൊക്കെ തരില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ കുറേയൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ തന്നെ സ്കാനിങ് നമ്പർ നമുക്ക് കിട്ടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തൂനും മെഡിസിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾക്കും 12:45 ഡോക്ടർ എന്നെ കാണിക്കേണ്ട കാര്യം ആയുള്ളതുകൊണ്ട് മെഡിസിനൊന്നും മേടിക്കാൻ ഒന്നുമില്ല അൻസാറിൽ നിന്ന്. അങ്ങനെ വേഗം കൊണ്ട് പോരുക ചെയ്ത്. അപ്പോൾ ഇത് ഞങ്ങൾ ബാബൂസ് മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ. കുറേ കളി ഞങ്ങളവിടെ ഉണ്ടാകും. ഞങ്ങൾ ഫസ്റ്റ് കണ്ടുമുട്ടിയ സ്ഥലമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ചേരം നോക്കി നിന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു മെഡിസിനൊക്കെ മേടിച്ചിട്ട്. ഇതിപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പൊടിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കുറച്ച് അരി കൂടെ
ഉഴുന്നിട്ടിട്ട് നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേത് പിന്നെ അരി വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ അരിയും ഉഴുന്നും കൂടിയിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഇടും. ചില സമയത്ത് ഞാൻ ഉലുവടും, ചിലപ്പോൾ ഒന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഫസ്റ്റ് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് കേട്ടോ ഇടുക. അല്ലാതെ അങ്ങനെ വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം അങ്ങനെ കഴുകുന്നല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് നല്ല വെള്ളം ഉണ്ടാവില്ല, ഫ്രഷ് വെള്ളം നമ്മൾ കുടിക്കുന്നൊക്കെ വെള്ളം, അതുപോലത്തെ വെള്ളം നമുക്ക് എടുത്തിട്ട് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഞാനിത് അരക്കുമ്പോൾ പിറ്റേ ദിവസം അരക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് അരക്കുമ്പോഴൊക്കെ ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും കൂടി നല്ലതാണ്. ഇതിപ്പോൾ രാവിലത്തെയാണ്, അപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് വൈകിട്ട് അരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ അതങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലിടക്ക് ഫുഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇത് കാരണം തുള്ളപ്പോൾ തന്നെ ഇപ്പോൾ ഇത് ഇവിടെ അടുത്ത് തന്നെയാണ്, വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായപ്പോൾ പിന്നെ മുത്തുന് കാലിന് കുറച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ കാറിലല്ലേ, നടക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്നാൽ ഇതൊക്കെ അരി കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ മുത്ത് വർക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഇതാരും കൊണ്ടു കൊടുക്കാനൊന്നും ഇല്ലാത്ത കാരണം കുറേ ദിവസമായിട്ട് അതങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാനതൊക്കെ കഴുകിയിട്ട് രാവിലെ തന്നെ അരിയൊക്കെ വാര വെക്കുക, നല്ല പറയുക, വെള്ളം കളയാനായിട്ട് ഇങ്ങനെ അരിപ്പോൾ പോലത്തെ പാത്രത്തിൽ വെച്ചേക്കാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ കർക്കിടകത്തിൻ്റെ കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ നാട്ടിലുള്ള സമയത്ത് വർഷത്തിൽ കർക്കിടകത്തിൻ്റെ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മുത്തുവിന് ഇപ്പോൾ ഏതായാലും മുത്തു ഇവിടെ ഉണ്ടല്ലോ, കാരണം ആൾ രാവിലെ പോകണ കാരണം വൈകിട്ട് വരണ കാരണം പിന്നെ ഇതൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കാനൊന്നും ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഇന്നല്ലേ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്, അപ്പോൾ എന്താ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പയറില്ലേ, വലിയ പയറും അത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണല്ല, ആ ഒരു 2 കപ്പ് ഇട്ടോ, സോറി, ആ 2 കപ്പിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുതിരയും 2 കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുപയറും ഇട്ടിട്ടുണ്ട് കേട്ടോ, 2 കപ്പ്. പിന്നെ ഉലുവ ഇതേ ചെറിയ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ ഇട്ടിരിക്കണേ. പിന്നെ അയമോദകം ഉണ്ടല്ലോ, അത് അയമോദകം ചകിട്ട്, അത് ഞാൻ ചെറിയ 1.25 ടീസ്പൂൺ സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിലിട്ടിട്ട് കഴുകുമ്പോൾ അതിങ്ങനെ പൊന്തിയിട്ട് നിൽക്കില്ലേ, അപ്പം മൊത്തം നമ്മൾ കഴുകി ഊറ്റുമ്പോൾ അതങ്ങനെ ഉണ്ട് ഇതായിപ്പോവും. ഇത് ശരിക്കും തലേദിവസം രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് കഞ്ഞി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നല്ല അരി, ഇതിൽ കൂടെ നവരരിയൊക്കെ ഇട്ടിട്ടാണ് മൊത്തം കഴുകി അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് അപ്പിൾക്കപ്പം തന്നെ ചെയ്യണം, കാരണം ഞാൻ മുത്തിനടുത്ത് ചോദിച്ചാണ്. അപ്പോൾ മുത്ത് ഓൾറെഡി കഴിച്ചിട്ടില്ല സാധനം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പം നല്ലതല്ലേ, പിന്നെ അപ്പോൾ കാലിന് വേദനയൊക്കെ ഉള്ളതല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ പിന്നെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൾക്കപ്പം തന്നെ ചെയ്തിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് കഞ്ഞിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും ബാക്കിയാവില്ലേ. അപ്പോൾ ഞാൻ എന്താ കരുതി ഒരു വെള്ള അരി വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് എടുത്തിട്ട് തന്നെ ഞാൻ കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറേ ഇപ്പം ഇന്ന് രാവിലെ എല്ലാ പണിയും കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് കാലും തണ്ടലൊക്കെ നല്ല വേദന എടുക്കൽ തുടങ്ങി. കുറേ നിന്നാലുള്ളൊരു പ്രശ്നം തന്നെ കേട്ടോ. ഒരു 3-4 മണിക്കൂർ കൂടുതലൊന്നും എനിക്ക് നിന്നിട്ട് ഉള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ വെച്ചോളാം കുക്കറിൽ എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ട് കൊണ്ടുവെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ, അവിടെ പയറും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ ശർക്കര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് മുത്തുവിന് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇട്ടാൽ മതി, കഞ്ഞി ഇങ്ങനെ കുടിക്കേണ്ട, ശർക്കര ഇട്ടാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൽ നവരരിയും കൂടി ഇട്ടിട്ട് വേവിക്കുക കേട്ടോ, ഏറ്റവും ബെറ്റർ, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഏതരി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ചോറ് ഓൾറെഡി വെച്ചതല്ല, ഇനിയിപ്പോൾ ഒക്കെ ബാക്കിയാവില്ലെന്ന് കരുതിയിട്ട് ഞാൻ കഞ്ഞിക്കൊക്കെ എടുക്കാൻ പറ്റിയ അരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് റേഷനോടെ അരിയില്ലേ, വെള്ള അരി, അതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഞാൻ ഇതിലൊഴിച്ച് കൊടുത്ത് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു പെട്ടെന്ന് തട്ടിക്കൂട്ട് പോലെ തന്നെ ഉണ്ടാക്കിയതാണ്. ശരിയായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
അതിന് ലിങ്ക് ഞാനൊരു കൊടുക്കാം കേട്ടോ, ഒന്ന് ആവശ്യമുള്ളതൊന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഇത് തേങ്ങ ശർക്കര ഇടുന്ന കാരണം തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട്, അല്ലെങ്കിൽ തേങ്ങയും നല്ല ജീരകം ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ എന്താ പറയുക, തേങ്ങ അരക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിൽ ശർക്കരയും ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ആ ശർക്കരയൊക്കെ മെൽറ്റായി നല്ല പതച്ച് വന്നിട്ട് ശേഷം ഞാനിതിൽ 2 ടീസ്പൂൺ നെയ്യും ഒരു 1.5 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നല്ല ജീരകം പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുകയും ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഇടുന്നുണ്ട്. നമ്മളല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ കൂടെ അരച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചുവന്നുള്ളിയും വേണമെങ്കിൽ നെയ്യിൽ ഇട്ടിട്ട് തൂമിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പലർക്കും പല രീതിയിലൊക്കെ ഉണ്ടാക്കട്ടെ, എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക, ഈ സമയത്തൊക്കെ നല്ല മഴയല്ല, കർക്കിടകമല്ല. അപ്പോൾ നമ്മൾ ശരീരത്തിനൊക്കെ നല്ലതാട്ടോ. ഇപ്പോൾ വേദനകളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഒരു ഉലുവയും മുരുകും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിൽ പച്ച ഇലയുടെ നീരൊക്കെ ചേർക്കും കേട്ടോ. എന്താ മുക്കുറ്റിയോ അങ്ങനെ ഒക്കെ ഉണ്ടാവില്ലേ, കുറുന്തോട്ടി, അങ്ങനെ കുറച്ച് ആയുർവേദം ചെടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളവർക്ക്, മുറ്റത്ത് കിട്ടുന്നവർക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടിച്ചിട്ട് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടിയിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ. അതും നല്ലതാണ് ഈ സമയത്ത്. അപ്പോൾ ഇതേ വേദനകളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുത്ത് കഴിച്ചിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മുത്ത് ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇന്നലെ ഉണ്ട് ഞാൻ വിരിഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിരിഞ്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മളെ കുറുവരിയൊക്കെ വെച്ചിട്ട് ഒരു മഞ്ഞ കളറിൽ ഒരു ചോറുണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങളവിടെയൊക്കെ നല്ല ഫേമസ് ആണ്. എന്താ വെച്ചാൽ ബീഫും വിരിഞ്ചും ബീഫും എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കോംബോ ആണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും ഉമ്മമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, അതാണ് ശരിക്ക് ബീഫും വിരിഞ്ചെന്ന്. പക്ഷെ മൊത്തം അത് ആദ്യമായിട്ടാണ് കഴിക്കണത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കണേന്ന് പറയും. അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ളവരല്ല, ചിലപ്പോൾ അവിടെ ഉണ്ടാക്കാനായിട്ടായിരിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇതേ മുത്തുവിന് അത് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനതിനെ അരി ഇതാക്കി വെള്ളം ഇതാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ബക്കറ്റിലാക്കുക കേട്ടോ. 2 ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതേ മോള് ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ അവൾ ഹോസ്റ്റലിൽ തിരിച്ചു പോകും. അപ്പോൾ അവൾ പൊതിച്ചോറുണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുത്തത്തെ കുടിച്ചിട്ട് പിന്നെയും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുടിക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഉച്ച സമയം ആവാറായിക്കണം. പക്ഷേ കഞ്ഞി ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതെൻ്റെ ആയിരുന്നു കുടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ചോറ് ഒക്കെ തിന്നാൻ ഒരുപാട് ലേറ്റായിട്ടാണ്. ഇപ്പോൾ ഇതേ മോള് ഹോസ്റ്റലിലേക്ക് എല്ലാവർക്കും ഉള്ള ചോറട്ടോ, അവൾക്കുള്ള ചോറല്ല. അത്ര അധികം പേടിക്കണ്ട. അവർ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതുപോലെ എന്തെങ്കിലും ബിരിയാണിയോ അല്ലെങ്കിൽ ചോറൊക്കെ ഉണ്ടാകുമ്പോൾ റൂമിൽ ഇവർക്ക് 6-7 പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ കഴിക്കാൻ, എന്നിട്ട് പൊതിച്ചോറൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ഉള്ള ചോറാക്കണം കേട്ടോ. അപ്പോൾ കറികൾ എന്ന് പറഞ്ഞാൽ തക്കാളി ചട്നി, പിന്നെ കോഴിമുട്ട പൊരിച്ചത്, ഉള്ളി ചമ്മന്തി, പിന്നെന്താ പൊട്ടാറ്റോ പൊരിച്ചത്, പിന്നെ പപ്പടം, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് അവൾ പൊതിച്ചോറ് കെട്ടുകയാണ് കേട്ടോ. അങ്ങനെ അവൾക്കത് പൊതിയാനറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊതിഞ്ഞ് കൊടുക്കുക കേട്ടോ. എനിക്കും വല്ലാണ്ടൊന്നും അറിയണ്ടായിരുന്നില്ല, കാരണം ഇവിടെ എന്തെങ്കിലും ഉമ്മയാണൊക്കെ ചെയ്യാറുള്ളത്. പൊതിച്ചോറൊക്കെ കിട്ടാനായിട്ട് മറ്റേ നമ്മളെ ഇതിലേക്കൊക്കെ വരില്ലേ, മെഡിക്കൽ കോളേജിലേക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഉമ്മയാണ് കിട്ടാറുള്ളത്. ഇപ്പോൾ പിന്നെ ഉമ്മ ഇല്ലാത്ത തന്നെ ഇപ്പം ഞാൻ തന്നെ ഒക്കെ പഠിച്ച്. അപ്പോൾ അങ്ങനെ ഇത് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടോ. ഇപ്പോൾ പിന്നെ അതേ അരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല മഴയല്ല, മഴ ഇത്തിരി കുറവായതുകൊണ്ട് ഇവിടെ പൊടിച്ചിട്ട് അവർ തന്നെ വറുക്കണം കേട്ടോ. ഞങ്ങളായിട്ട് വറുക്കാൻ നമുക്കിപ്പോൾ ഈ സമയത്ത് വറുക്കാനും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ വറുപ്പിക്കുക ചെയ്യുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് സമയത്ത് പോയി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കുട്ടികൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.